ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണ് നോക്കാം. കുറച്ച് മൂവീസ് വന്നിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി സൂപ്പർ സുബ്ബു എന്ന സീരീസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീരീസാണ് സൂപ്പർ സുബ്ബു എന്ന് പറയുന്നത്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 2 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി വിശാഖപട്ടണം എന്ന മൂവിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, അതുപോലെ തന്നെ ഒരു പീരിയഡ് മൂവി കൂടിയാണ്. ഇത് ആമസോൺ പ്രൈമിലാണ് ഉള്ളത്. ജൂലൈ 2 മുതൽ ആമസോൺ പ്രൈമിൽ വിശാഖപട്ടണം സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി രാം ചരൺ നായകനായി വന്ന തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാട്ട മൂവിയാണ് പെഡ്ഡി. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 2 നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ജൂലൈ 2 എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ. പെഡ്ഡി എല്ലാ ഭാഷയിലും സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഗാട്ടാ ഗുസ്തി 2 എന്ന മൂവിയാണ്. ഐശ്വര്യലക്ഷ്മി നായികയായി വന്ന മൂവിയാണ് ഗാട്ടാ ഗുസ്തി 2. വളരെ മികച്ച ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മൂവിയാണിത്. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 3 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ അടുത്ത മൂവി ബസൂക്കയാണ്. ഇതൊരു ഗെയിം ത്രില്ലർ മൂവിയാണ്. കുറേ കാലമായി പെട്ടി കിടക്കുന്ന മൂവിയാണ്. ജൂൺ ലാസ്റ്റ് വീക്കിന് ബസൂക്ക സ്ട്രീമിംഗ് ആരംഭിക്കും എന്നൊരു റൂമേഴ്സും അതുപോലെ റിപ്പോർട്ട്സും വരുന്നുണ്ട്. അടുത്തതായി വിലായത്ത് ബുദ്ധ പറഞ്ഞൊരു മൂവിയാണ്. പൃഥ്വിരാജ് നായകനായി വന്ന ഈ അടുത്ത് വന്നൊരു മൂവിയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. സ്ക്രിപ്റ്റ് ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യവാരമായിട്ട് വിലായത്ത് ബുദ്ധ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു വിചാരിക്കാം. അടുത്തായി റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഇതൊരു മലയാളം കോമഡി ത്രില്ലർ മൂവിയാണ്, അതുപോലെ ഒരു ഫാന്റസി മൂവി കൂടിയാണിത്. ഇത് സൺ നെക്സ്റ്റിൽ ജൂൺ 26 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് സ്ട്രീമിംഗ് വെച്ചിട്ടുണ്ട്. അടുത്തായി മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ അടുത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവികളിൽ ഒന്നാണ് ബാലനും മോളിവുഡ് ടൈംസും. മോളിവുഡ് ടൈംസ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 3 മുതൽ മോളിവുഡ് ടൈംസ് സ്ട്രീമിംഗ് ആരംഭിക്കും. തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂവിയാണ്. അടുത്തായി ദ ബെയർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സീരീസ് ആണ്. പേഴ്സണലി ഞാൻ ഈ സീരീസ് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരൊക്കെ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സീസൺ 5 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടുനോക്കാം. അടുത്തതായി ബാഹുബലി ദ ടോർച്ച് ബെയർ എന്ന ഡോക്യുമെൻ്ററിയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹുബലി 3 വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ലാസ്റ്റിലായിട്ടൊരു ഗ്ലിംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തായി ബൾട്ടി എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ബൾട്ടി സൈനികത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച മൂവിയാണ് ബൾട്ടി. എന്നാൽ വേണ്ടത്ര വിജയമൊന്നും നേടാൻ പറ്റിയിട്ടില്ല. ഇത് ആമസോൺ പ്രൈമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മാസം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്തതായി പള്ളിച്ചട്ടമ്പി എന്ന പീരിയഡ് ആക്ഷൻ മൂവിയാണ്. ടൊവിനോ തോമസ് പ്രധാന നായികനായി വന്ന മൂവിയാണിത്. അതുപോലെ കയാഡു ലോഹർ ഉണ്ട് ഇതിൽ. മനോരമ മാക്സ് ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ ആദ്യവാരം സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സ്. പുതിയ OTT അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും പുതിയ സിനിമ വിശേഷങ്ങളെക്കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിതിൽ കാത്തിരിക്കുന്ന മൂവി ഏതാണ്? നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.